ഒരു ദിവസം പെട്ടെന്ന് ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് അസാധാരണമായി കുറയുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നദി കരകവിഞ്ഞൊഴുകി അസമിലെ ഗ്രാമങ്ങൾ വെള്ളത്തിലാകുന്നു എന്ന് ചിന്തിക്കുക. ഇത് വെറുമൊരു സാങ്കല്പിക കഥയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിലൊന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉയരുന്ന ആശങ്കകളാണിവ. ടിബറ്റിലൂടെ ഒഴുകുന്ന യാർലുങ് സാങ്പോ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുകയാണ് ചൈന. ഈ നദിയാണ് പിന്നീട് അരുണാചൽ പ്രദേശിൽ സിയാങ് നദിയായും അസമിലെത്തുമ്പോൾ ബ്രഹ്മപുത്രയായും മാറുന്നത്. ചൈനയുടെ ഈ പദ്ധതി ഇന്ത്യയുടെ ജലസുരക്ഷയെ ബാധിക്കുമോ? ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയുമോ? അസമിലെ പ്രളയത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബ്രഹ്മപുത്രയുടെ തുടക്കം ടിബറ്റിലാണ്. അവിടെ ഈ നദിയുടെ പേര് യാർലുങ് സാങ്പോ. ഹിമാലയ പർവ്വതനിരകൾക്കിടയിലൂടെ ഏകദേശം 1700 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം 270 ഡിഗ്രി തിരിവോടെ നാംച ബർവ പർവ്വതത്തെ ചുറ്റി നദി ദിശ മാറുന്നു. ഗ്രേറ്റ് ബെൻഡ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നത്. ഏകദേശം $170 ബില്യൺ പദ്ധതിയുടെ ചെലവ്. ഉത്പാദനശേഷി 60,000 മെഗാവാട്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 3 ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടിയോളം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള പദ്ധതിയാണ്. ഡാം നിർമ്മിക്കുന്നതിന് ചൈന പറയുന്ന കാരണങ്ങൾ വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുക, കൽക്കരി ഉപയോഗം കുറയ്ക്കുക, ഹരിതോർജ്ജ ഉത്പാദനം വർദ്ധിപ്പിക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, അതോടൊപ്പം ടിബറ്റിലെ അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിടുന്നു. ഈ ഡാമിലൂടെ ബ്രഹ്മപുത്രയുടെ മുകൾ ഭാഗത്തെ ചൈനയുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാകുമെന്നാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക. ഒരു നദിയുടെ മുകൾ ഭാഗം ഒരു രാജ്യത്തിന്റെയും താഴ്ഭാഗം മറ്റൊരു രാജ്യത്തിന്റെയും നിയന്ത്രണത്തിലാണെങ്കിൽ സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. ബ്രഹ്മപുത്രയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ചൈന പറയുന്നത് ഇത് റൺ ഓഫ് ദി റിവർ പദ്ധതിയാണെന്നാണ്. അതായത് വെള്ളം വലിയ തോതിൽ തിരിച്ചുവിടാതെ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതി. എന്നാൽ ഇത്തരം പദ്ധതികളിലും ജലസംഭരണവും ഒഴുക്കിന്റെ നിയന്ത്രണവും ഒരു പരിധിവരെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. രണ്ടാമത്തെ ആശങ്ക പ്രളയമാണ്. എല്ലാ വർഷവും വലിയ പ്രളയം നേരിടുന്ന സംസ്ഥാനമാണ് അസം. കനത്ത മഴയ്ക്ക് ശേഷം ഡാമിൽ നിന്ന് ഒരേ സമയം വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ താഴേക്കുള്ള പ്രദേശങ്ങളിൽ പ്രളയത്തിന്റെ തീവ്രത വർദ്ധിക്കുമെന്ന ആശങ്ക ചില വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. അതേസമയം കൃത്യമായ ഏകോപനവും വിവര കൈമാറ്റവും ഉണ്ടെങ്കിൽ പ്രളയം നിയന്ത്രിക്കാനും ഡാമുകൾ സഹായിക്കുമെന്നാണ് മറ്റൊരു വാദം. അതുകൊണ്ട് ഡാമിനേക്കാൾ പ്രധാനമാണ് അതിന്റെ നടത്തിപ്പും ചൈനയുടെ സുതാര്യതയും. മണൽ നിക്ഷേപത്തെ സംബന്ധിച്ചതാണ് മൂന്നാമത്തെ ആശങ്ക. ബ്രഹ്മപുത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ മണൽ വഹിക്കുന്ന നദികളിൽ ഒന്നാണ്. ഈ മണലാണ് അസമിലെ കൃഷിയിടങ്ങൾക്ക് ഫലഭൂയിഷ്ഠത നൽകുന്നത്. മത്സ്യസമ്പത്തിനും തണ്ണീർത്തടങ്ങൾക്കും നദീതട ദ്വീപുകൾക്കും ഈ മണൽ അത്യാവശ്യമാണ്. വലിയ ഡാമുകൾ സാധാരണയായി നദിയിലൂടെ ഒഴുകുന്ന മണലിന്റെ വലിയൊരു ഭാഗം തടഞ്ഞു വെക്കും. അങ്ങനെ സംഭവിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കൃഷിയെയും പരിസ്ഥിതിയെയും ബാധിക്കാം. ബ്രഹ്മപുത്ര വെറുമൊരു നദിയല്ല, ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. നദീ ഡോൾഫിനുകൾ, അപൂർവ മത്സ്യങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ദേശാടന പക്ഷികൾ ഇവയെല്ലാം നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒഴുക്കിലോ മണൽ നിക്ഷേപത്തിലോ വലിയ മാറ്റമുണ്ടായാൽ ഈ ആവാസ വ്യവസ്ഥകൾക്കും ആഘാതമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡാം നിർമ്മിക്കുന്ന സ്ഥലം ഹിമാലയത്തിലെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയാണ് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. വലിയ ഭൂകമ്പമോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യവും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ആധുനിക ഡാം സാങ്കേതിക വിദ്യകൾ സുരക്ഷിതമാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ ഭൂകമ്പ വിദഗ്ധരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയ്ക്ക് ബ്രഹ്മപുത്രയെ ജലയുദ്ധ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന വാദവും ഉയരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമെന്നതിന് നിലവിൽ തെളിവുകളൊന്നുമില്ല. കാരണം അത്തരമൊരു നടപടി ഇന്ത്യയെ മാത്രമല്ല ബംഗ്ലാദേശിനെയും ബാധിക്കും. അത് ചൈനയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കും തിരിച്ചടിയാകും. എങ്കിലും നദിയുടെ മുകൾ ഭാഗത്തെ നിയന്ത്രണം ചൈനയ്ക്ക് കൂടുതൽ തന്ത്രപ്രധാനമായ സ്വാധീനം നൽകും എന്നത് യാഥാർത്ഥ്യമാണ്. അതിനാലാണ് ഇന്ത്യ ഈ വിഷയത്തെ പരിസ്ഥിതി പ്രശ്നം എന്നതിനപ്പുറം ദേശീയ സുരക്ഷയുടെ ഭാഗമായും കാണുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും അരുണാചൽ പ്രദേശിലെയും അസമിലെയും നിരവധി പോഷക നദികൾ അതിൽ ചേരുന്നതിനാൽ നദി പൂർണ്ണമായും വറ്റിപ്പോകുമെന്ന ആശങ്കയ്ക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കാലാവസ്ഥ അനുസരിച്ചുള്ള ജലപ്രവാഹത്തിലെ വ്യത്യാസം, മണൽ നിക്ഷേപത്തിലെ കുറവ്, പ്രളയ നിയന്ത്രണം, പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ, മുകൾ ഭാഗത്തെ നിയന്ത്രണത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം എന്നിവ ഇന്ത്യയെ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതമാക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജലം വെറും പ്രകൃതി വിഭവമല്ല,
അത് ഊർജവും സമ്പദ്വ്യവസ്ഥയും പരിസ്ഥിതിയും ദേശീയ സുരക്ഷയും നയതന്ത്രവും ഒരുപോലെ നിർണ്ണയിക്കുന്ന തന്ത്രപ്രധാന ആസ്തിയാണ്. ഭാവിയിൽ ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് നിർണ്ണയിക്കുക ഡാം എഞ്ചിനീയറിംഗ് മാത്രമായിരിക്കില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിശ്വാസവും വിവരം പങ്കിടലും നയതന്ത്ര ബന്ധങ്ങളും അതിൽ നിർണായക പങ്കുവഹിക്കും.